കർത്താവിനെ സ്തുതിക്കാം. ഹാലലൂയ. സ്വർഗത്തിന്റെ ഭൂമിയുടെ നാഥനെ, ഈ സൂം മീറ്റിങ്ങിന് നിന്റെ കരങ്ങൾ തരുന്നു. കർത്താവ് ഇവിടെ സൂമിൽ കൂടിയിരിക്കുന്ന മക്കൾക്ക് മാത്രമല്ല, ഇത് വീഡിയോ വഴി കാണുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. ഇവരെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, സമർത്ഥീകരിക്കണമേ, രക്ഷയിലേക്ക് നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഞാൻ വന്ദനം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ് രക്ഷയുടെ ക്ലാസ് ആയിരുന്നു. ആ രക്ഷയുടെ ക്ലാസ്സിൽ യേശുവിലേക്ക്, അതായത് രക്ഷാ മരണത്തിൽ നിന്നും മോചനത്തിൻ്റെ വാതിൽ എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. രക്ഷ അത്രയ്ക്ക് വിലയേറപ്പെട്ടതാണ് ക്ലാസ്. രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ വരുവാണ്. ഈ ക്ലാസ്സിലെ നിങ്ങളെ നോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചാൽ അത് നിങ്ങൾക്ക് വളരെ യൂസായി മാറുന്നതാണ്. ഓക്കെ. ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് എങ്ങനെ? നമ്മൾ രക്ഷയെക്കുറിച്ച് പറഞ്ഞ് രക്ഷാ മരണത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ വാതിലാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റോമർ 3-ാം അധ്യായത്തിലെ 23-ാം വചനമാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു. റോമർ 6-ാം അധ്യായത്തില് 23-ാം വചനവും പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവിതം ആണ്. ഈ നിത്യജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യേശുവിലേക്ക് വന്നതും രക്ഷ പ്രാപിച്ചതും പിന്നെ അതുമാതിരി പശ്ചാത്താപത്തിലുള്ള ജീവിതവും വിശുദ്ധ ജീവിതവും നയിക്കേണ്ടത്. ആ ക്ലാസ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത്. നമുക്ക് ശ്രദ്ധയോടെ ഈ വചനങ്ങളും ആഴമായ വചനമാണ്, വചനത്തിലുള്ളതാണ് എല്ലാം പറയുന്നത്. കാരണം രക്ഷ വില ഉയർന്നതാണ്, നിത്യജീവൻ വളരെ വളരെ വില ഉയർന്നതാണ്. രക്ഷ നമുക്ക് കർത്താവ് സൗജന്യമായി നൽകിയിരിക്കുന്നു. നിത്യജീവൻ നമ്മൾ മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ഒരു മനുഷ്യ ജീവിതത്തിൽ വളരെ വില ഉയർന്നതാണ്. അപ്പം ദൈവം ഇല്ലാതെ നമ്മൾ ജീവിച്ചാൽ എന്താണ് ഇത്ര വലിയ കാര്യം? ദൈവമില്ലെങ്കിൽ നമ്മൾക്കൊന്നുമില്ലല്ലോ. നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. ഭക്ഷണം കിട്ടുന്നു, വീടുണ്ട്, വസ്തുവകകളുണ്ട്, സ്വത്തുണ്ട്, കാറുണ്ട്, വാഹനങ്ങളുണ്ട്, സമ്പാദ്യമുണ്ട്, എല്ലാമുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ രക്ഷിക്കപ്പെടേണ്ടത്? എന്തുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടണം? എന്തുകൊണ്ടാണ് യേശുവിനെ അറിയണത്? എന്തുകൊണ്ടാണ് നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പോകേണ്ടത്? എന്താണ് നിത്യജീവൻ എന്ന് നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ മനസ്സിലുണ്ടാവും. ഞാൻ എന്തിനാ രക്ഷിക്കപ്പെടേണ്ടത്? എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, ഞാൻ നന്നായിട്ട് തന്നെയല്ലോ ജീവിക്കുന്നതെന്ന് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ മനസ്സിൽ തോന്നിയേക്കാം. അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ദൈവം ഇല്ലാതെ നമ്മൾക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല. കാരണം ഈ ജീവൻ നൽകിയത് ദൈവമായ കർത്താവാണ്. അതിൻ്റെ ഒരുപാട് ആധാരങ്ങളുണ്ട്. ഈ ക്ലാസ്സിലും നെക്സ്റ്റ് ക്ലാസ്സുകളിലും ആധാരത്തോടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പം ദൈവമില്ലാതെ ജീവിച്ചാൽ ഇത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വിശുദ്ധ പൗലോസ് പരാമർശിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, എന്നാൽ ദൈവത്തിൻ്റെ ദാനം നിത്യജീവനാണ്. ഈ നിത്യജീവൻ എന്ന് പറയുന്നു. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ സ്വർഗ ജീവിതം, അതായത് സ്വർഗരാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ ആത്മാവ് മരിക്കാത്ത ജീവിതത്തിനെ കുറിച്ചാണ് പറയുന്നത്. മരണം എന്ന വാക്കിന് അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? ശാരീരിക മരണത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആത്മീയ മരണത്തിനെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശാരീരിക മരണം കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റൊരു മരണം കൂടിയുണ്ട്. കാരണം അത് നരകത്തിലെ
ദുരിത ജീവിതത്തെയാണ് നമുക്ക് മോക്ഷം ആവശ്യമില്ല, സ്വർഗീയ ജീവിതം ആവശ്യമില്ല എന്ന് നാം ശരീരത്തോട് ജീവിച്ചിരിക്കുമ്പോൾ നാം തീരുമാനമെടുത്താൽ നമ്മുടെ നെക്സ്റ്റ് കാര്യങ്ങൾ, അതായത് നമ്മളെ മരണശേഷം കൈപ്പേറിയ കാര്യങ്ങളായിരിക്കും ഇരിക്കുന്നത്. നരക ജീവിതമാണ് നമ്മൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടിട്ടാണ് രക്ഷാ നിത്യജീവനും ഇത്ര വില ഉയർന്നതായിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോ മനുഷ്യരും ഭൂമിയിൽ ഏറ്റവും വില ഉയർന്നവരാണ്. ദൈവത്തിൽ ഭയങ്കര ശ്രേഷ്ഠരാണ്. ഭൂമിയിൽ എന്തിനേക്കാളും വില ഉയർന്നവർ മനുഷ്യരാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തോടു കൂടെ അടുക്കണമെന്ന് ദൈവം ഒത്തിരി ആഗ്രഹിക്കുന്നു. കാരണം അവനാണ് സൃഷ്ടാവായ ദൈവം. മറ്റൊരുവനിൽ രക്ഷയില്ല എന്ന് എഴുതപ്പെട്ട് സൃഷ്ടാവായ കർത്താവായ യേശു അവനാണ് സകലത്തെയും സൃഷ്ടിച്ചത്. മനുഷ്യനെയും അവനാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, രക്ഷയിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ, നിത്യജീവിതത്തിന് അയോഗ്യരായി ജീവിക്കുമ്പോൾ, പാപത്തിൽ കഴിയുമ്പോൾ, നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ ബന്ധുജനങ്ങളെക്കാളോ നമ്മുടെ മാതാപിതാക്കളെക്കാളോ മക്കളെക്കാളോ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നതും കരയുന്നതും കർത്താവായ യേശുവാണ്. കാരണം അവരാണ് നമ്മളെ സൃഷ്ടിച്ചത്. യെശയ്യാ 55 അധ്യായത്തില് 3-ാം വചനം പറയുന്നു, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവാൻ വേണ്ടി ദൈവം പറയുവാണ്. അപ്പോൾ നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കി വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ വാക്ക്, കർത്താവിൻ്റെ വാക്ക് നമ്മൾ കേൾക്കണം. യെശയ്യാ 57-ാം അധ്യായത്തിൽ 15-ാം വചനം ഇങ്ങനെ പറയുന്നു. ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ വിചാരിക്കുന്നത് മാതിരി അല്ല സ്വർഗീയ ജീവിതവും നിത്യജീവിതവും എന്ന് പറയുന്നത്. ഈ വചനങ്ങളെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. അത്യുന്നതനും മഹത്വപൂർണനുമായ ദൈവം. യെശയ്യാ 57:15 കുറിച്ചാണ് ഞാൻ വായിക്കുന്നത്. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്നവൻ, പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുൾ ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. ഞാൻ എന്നേക്കും കുറ്റം ആരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല. കാരണം എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്. ഞാനാണ് ജീവശ്വാസം നൽകിയത്. ഈ വചനം ആണ് നിങ്ങളെടുത്ത് പറയുന്നത്. അപ്പൊ ജീവശ്വാസം നൽകിയത് ആരാണ്? നമ്മുടെ ദൈവമായ കർത്താവാകുന്നു. മറ്റൊരുവനിൽ നമുക്ക് രക്ഷയില്ല, മറ്റൊരുവനിലും പാവമോചനമില്ല. ഈ ഭൂമിയിൽ പാവമോചനത്തിനായി തന്നെ സമർപ്പിച്ചവൻ ദൈവമായ കർത്താവാണ്. പിശാചിന്റെ പിടിയിൽ നമ്മളെ മോചിപ്പിക്കുവാൻ യേശു തൻ്റെ ജീവിതത്തെ അവൻ അങ്ങനെ നമ്മൾക്ക് വേണ്ടി സമർപ്പിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു മയക്കത്തിൻ്റെ പഞ്ചസാര വാക്കുകളല്ല, നമ്മൾ നിത്യം ജീവിക്കാനുള്ള വാക്കുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു പഞ്ചസാര വാക്കായിട്ടോ ഒരു മയക്കത്തിൻ്റെ വാക്കായിട്ടോ നിങ്ങൾ ഇത് ഒരു അലക്ഷ്യതയോടു കൂടെ എടുക്കരുത്. വളരെ ശ്രദ്ധയോടുകൂടെ എടുക്കുക. യേശു നമ്മുടെ ജാതിയോ മതമോ വർണ്ണമോ താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ മനുഷ്യരെ ഒരിക്കലും യേശു വേർതിരിച്ചിട്ടില്ല. ദൈവം ഒരിക്കലും വേർതിരിച്ചിട്ടില്ല. മനുഷ്യരാണ് എല്ലാം വേർതിരിക്കുന്നത്. സകലരും കർത്താവിൻ്റെ മക്കളാണ്, സകലരും ദൈവത്തിൻ്റെ മക്കളെന്ന് കഴിഞ്ഞ വചനത്തിൽ ഞാൻ വായിച്ചതാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സകല മനുഷ്യരും അവൻ്റെ സ്വന്തം ചായൽ, ദൈവത്തിൻ്റെ സ്വന്തം ചായൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ. അവർ വളരെ വില ഉയർന്നവരാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കും. നമ്മുടെ ശരീരം വളരുവാനും പൊട്ടി പ്രാപിക്കുവാനും ബലം പ്രാപിക്കുവാനും വേണ്ടി നമ്മൾ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കുന്നു. ശരീരത്തെ നമുക്ക് ശ്രേഷ്ഠതയും മാന്യതയും കിട്ടുവാൻ വേണ്ടി നല്ല വസ്ത്രങ്ങൾ ഉടുക്കുന്നു. എല്ലാം നമ്മൾ ചെയ്യുന്നു. നല്ല വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നു, നമ്മൾ ശ്രേഷ്ഠതയോടെ നടക്കുന്നു. എന്നാൽ നമ്മുടെ ആത്മാവിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം എന്താണ്? നമ്മുടെ ആത്മാവ് ഇരുളിലാണോ ഇരിക്കുന്നതെന്ന്
ഓരോ പ്രിയ സഹോദരരും, ഇത് കേൾക്കുന്ന ഓരോ പ്രിയ സഹോദരരും നമ്മൾ നമ്മിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇനി നാളുകളില്ല. യേശുക്രിസ്തു വരുവാൻ പോകുവാണ്. അന്ത്യകാലത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ നമ്മൾ വേർതിരിഞ്ഞു വരേണ്ട നാളുകളാണ്. ഞാൻ 2012 വർഷത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞു, 3 പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഞാൻ വേഗം വരുവാണ്, അതുകൊണ്ട് നീ എൻ്റെ വരികയ്ക്ക് വേണ്ടി നീ തയ്യാറാകണം, മറ്റുള്ളവരെയും തയ്യാറാക്കണം. അങ്ങനെ ഞാൻ യേശുവിൻ്റെ 2ാം വരികയ്ക്കുള്ള ഒരു പുസ്തകം, ഒരു ബുക്ക് അന്ന് ഞാൻ എഴുതി അത് ഞാനിവിടെ ചെന്നൈയിൽ താമസിക്കുന്നുണ്ട്. അത് തമിഴ് ലാംഗ്വേജിലാണ് ഇട്ടത്. അത് അനേക ബുക്ക് സ്റ്റാളുകളിലൊക്കെ ഉണ്ടായിരുന്നു. അനേകം തമിഴ് പഠിക്കുന്ന മക്കളത് വായിച്ചിട്ട് ഒത്തിരി പേര് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം യേശു എൻ്റെ പപ്പ 12 ഇപ്പം 13 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പം ഈ വചനം എന്ന് പറയുന്നത് യേശു ചുമ്മാ വചനത്തിൽ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതല്ല, വചനം വഴിയാണ് സകലതും നടക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ ദൈവവചനം വായിച്ച് ധ്യാനിക്കുകയും ദൈവം ആരാണെന്ന് തിരിച്ചറിയുകയും ആ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ആ ദൈവത്തിനെ ആരാധിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതും യേശുവിനെ അനുഗമിക്കുന്നവർ ചെയ്യേണ്ടതും. യേശുവിനെയാണ് അനുഗമിക്കേണ്ടത്, മറ്റൊന്നിനെയുമല്ല. പാരമ്പര്യങ്ങളെയോ പാരമ്പര്യമായ ഒരു കാര്യങ്ങളെയല്ല. യേശുവിനെ അനുഗമിച്ചാൽ മാത്രമേ നമ്മൾക്ക് നിത്യജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുള്ളൂ. യേശു ഓരോ മനുഷ്യൻ്റെയും ദൈവമാണ്. യേശുവാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവൻ നൽകിയത് യേശുവാണ്. നിങ്ങൾ വചനം ശ്രദ്ധിച്ച് വായിച്ചാൽ, ബൈബിളിൽ ശ്രദ്ധിച്ച് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവും. മനസാന്തരം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള ഒരു മോചനത്തിനെയാണ് മനസാന്തരം എന്ന് പറയുന്നത്. എല്ലാവരും പാപം ചെയ്യുകയും ദൈവമഹത്വത്തിൽ നമ്മൾ മാറിപ്പോകുകയും ചെയ്തു. സകലരും പാപം ചെയ്ത് ദൈവമഹത്വത്തിൽ നിന്ന് പാപമില്ല എന്ന് പറയുന്നവരാ ഭൂമിയിൽ ആരും ഉണ്ടാകില്ല. ഭൂമിയിൽ നമ്മൾ ജീവിച്ചാൽ പാപത്തോട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ആ പാവങ്ങളെ ഒന്നൊന്നായിട്ട് യേശുവിൻ്റെ നാമത്തിൽ കഴുകി നമ്മൾ വിശുദ്ധീകരിച്ച്, യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് മോചനം പ്രാപിച്ച് വരുമ്പോഴാണ് നമ്മൾ മാനസാന്തരം പെടുമ്പോൾ മാത്രമേ നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മാനസാന്തരമാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള വേ. നമ്മൾ നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് നമ്മൾ ജീവിക്കുവാൻ വേണ്ടി നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കണം. ഈ പ്രതിസന്ധി പരിഹരിക്കാനായി ഓരോ ദിവസവും പാവത്തിൽ നമ്മളെ മോചനത്തിന് വേണ്ടി, കാരണം പാവലോകത്തിലാണ് നമ്മൾ ഇരുന്നു കൊണ്ടിരിക്കുന്നത്. പാവം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പാവം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ച് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയങ്ങൾ മനസ്സിലാകും. യേശുവിൻ്റെ സന്നിധിയിൽ പാവമോചനത്തിനായി അവൻ്റെ രക്തത്താൽ പാവമോചനം ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പാവമോചനമുണ്ട്. നമ്മുടെ ചിന്തകൾ, അഴുക്കുചാലുകൾ പോലുള്ള നമ്മുടെ ചിന്തകൾ, ആ അഴുക്ക് ചിന്തകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരുവാൻ യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മൾ കഴുകപ്പെട്ട് നമ്മൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമേ നമ്മൾക്ക് നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ, നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവ് പ്രകാശത്തിലേക്ക് വരണം. ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് വരണം. മരണത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് ജീവനിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആത്മാവ് എന്തിനാണ് വെളിച്ചത്തിലേക്ക് വരേണ്ടത്, ജീവനിലേക്ക് വരേണ്ടത്? കാരണം കടൽ തീരത്തെ മണൽത്തരി, ആകാശത്തുനിന്ന് വരുന്ന മഴത്തുള്ളികളെ ഒരു മനുഷ്യൻ എണ്ണി നോക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതേ അത്രയ്ക്ക് വില ഉയർന്നതാണ്. അതേപോലെയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. സ്വർഗീയ ജീവൻ എന്ന് പറയുന്നത് അതേപോലെയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇത് നിസാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഒരിക്കലും കാണരുത്. പാവത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയുകയും അതിനെ ഓർത്ത് നമ്മൾ അനുതപിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ആ രക്ഷയിൽ നിന്നുള്ള ആത്മീയ മരണത്തിൽ നിന്നും നമ്മൾ ജീവനിലേക്ക് കടന്നു വരുവാണ്. അതിൻ്റെ ഒരു ബെസ്റ്റ് താക്കോലാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ട ഒരു ബെസ്റ്റ് താക്കോല് നമ്മൾ മാനസാന്തരമാണ്. അപ്പം മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അനുതപിക്കുക, നമ്മൾ തിരിഞ്ഞു നോക്കുക, നമ്മൾ അനുതപിക്കുക. നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. പക്ഷെ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എവിടെ പോകും? ചിന്തിക്കുക, പിന്മാറുക. വിശ്വാസം എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നാമത്തിലും ആശ്രയിക്കുന്നതാണ്. റോമർ 5-ാം അധ്യായത്തിൽ 9-ാം വചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ ഇപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം
ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്ന് തീർച്ചയാണ്. മനുഷ്യന്റെ പാവത്തിന് പരിഹാര ബലിയായത് യേശു മാത്രമാണ്, മറ്റാരുമല്ല. ഭൂമി ഇടുന്ന കാലം, അതായത് ആദം മുതൽ നമ്മൾ ഇതുവരെ നോക്കുമ്പോൾ യേശു ക്രിസ്തുവാണ് ഭൂമിയുടെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചിന്തി തൻ്റെ പാവപരിഹാര ബലിയെ തൻ്റെ ജീവനെ സമർപ്പിച്ചത്. മറ്റാരുമല്ല, യേശുവാണ് നമ്മൾക്ക് പാവപരിഹാര ബലിയായത്. മറ്റേതിലെങ്കിലും നമ്മൾ വിശ്വസിച്ച് ആശ്രയിച്ച് കാപട്യ ലോകത്തിലേക്ക് നമ്മൾ വീണുപോയി നമ്മൾ ഏമാറ്റപ്പെടാൻ പാടില്ല, നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. നമ്മൾ ശോധിക്കുക. ഈ റോമർ 10-ാം അധ്യായത്തിൽ 9-ഉം 10-ഉം പറയാന്ന് ഇങ്ങനെ ഇങ്ങനെ നമ്മളോട് പറയുന്നു. യേശുവിന്റെ വചനം ഇങ്ങനെ പറയാണ്: യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക, വായു കൊണ്ട് നമ്മൾ ഏറ്റു പറയണം. ഈ വായു കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ മനുഷ്യരുടെ മുൻപിൽ നമ്മൾ ഭയം കൂടാതെ നമ്മൾ സാക്ഷ്യം നൽകണം. കാരണം ജീവിച്ചിരിക്കുന്ന ടൈമിന് മാത്രമേ നമ്മൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സത്കർമ്മങ്ങളാണ് നമ്മുടെ കൂടെ പോരുന്നത്. നമ്മുടെ പണമോ പൊന്നോ വസ്തുവോ നമ്മുടെ അന്തസ്സോ നമ്മളെ ശ്രേഷ്ഠതയോ മാന്യതയോ ഒന്നുമല്ല മരണം കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ പോരും. നമ്മുടെ സത്പ്രവർത്തികളും നമ്മുടെ നന്മകളും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിലെ വിശുദ്ധ ജീവിതവുമാണ് നമ്മുടെ കൂടെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വായു കൊണ്ട് യേശുവിനെ അവൻ ദൈവമാണെന്ന് ഏറ്റുപറയുകയും അവൻ്റെ വചനം സ്വന്തം ജീവിതവുമായി ഇഴുകിച്ചേരണം. ഏറ്റുപറയുക മാത്രമല്ല, സ്വന്തം ജീവിതത്തിൽ ഇഴുകിച്ചേരണം. അപ്പോഴാണ് നമ്മൾക്കൊരു പുനർജീവിതം, അതായത് ഒരു വിശുദ്ധ ജീവിതം, അതായി വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. ഒരു പുനർജീവിതം അവിടെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പം യോഹന്നാന് 3:7 നിങ്ങൾ എടുത്തു വെച്ച് പഠിക്കുമ്പോഴും തീത്തോസ് 3:5-6 എടുത്തു വെച്ച് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തണം. മറ്റുള്ളവരോട് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തണം. എല്ലാ നന്മയും വാങ്ങിച്ചിട്ട് നമ്മൾ ഒന്നും കാണാത്ത മാതിരി ഇരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക, കർത്താവിന് വേണ്ടി സാക്ഷിയുള്ളവരായിരിക്കുക. നിങ്ങൾ ആത്മാവിൽ ജനിച്ചിരിക്കണം എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ്. കണ്ണുനീരിലും വേദനയിലും ഇരിക്കുന്ന ഒരു മക്കൾക്ക് വേണ്ടി അവർക്ക് ഒരു ആശ്വാസവാക്ക് പറയുമ്പോൾ, കർത്താവ് നിന്നെ രക്ഷിക്കും, നിന്നെ ഈ പോരാട്ടത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് പറയുമ്പോഴാണ് നമ്മൾ യേശുവിനെ നമ്മൾ ഏറ്റ് പറയുന്നത്. അവിടെയാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നത്, അവിടെയാണ് ദൈവം മാനിക്കപ്പെടുന്നത്. അപ്പൊ ആത്മാവിലും ജലത്താൽ, ഇപ്പൊ നിക്കോദമസിനോട് യേശു പറയുവാണ്, ആത്മാവിലും ജലത്താലും ഒരുവൻ ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടന്നു വരുവാൻ അവനെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞത് കർത്താവായ യേശു തന്നെയാണ് പറഞ്ഞത്. നിക്കോദമസിനോട് പറയുവാണ്, നിനക്ക് വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വരാൻ പറ്റില്ല. ജലത്താലും ആത്മാവിനാലും നമ്മൾ ജനിക്കണം. റോമർ 6-ാം അധ്യായത്തിൽ 2 മുതൽ 4 വചനങ്ങൾ പറയുവാണ്, ഒരിക്കലും പാടില്ലാത്ത പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പഴയ പാവം വെച്ച് മരിച്ചവരായി നമ്മുടെ ആത്മാവിൽ ജീവിക്കരുത്. നമ്മൾ ഭക്ഷിച്ച് പാനം ചെയ്ത് തൃപ്തിയായി എല്ലാം ഓക്കെ എന്നും പറഞ്ഞ് ജീവിക്കാതെ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവമായ കർത്താവായ യേശുവിനെ മഹത്വപ്പെടുത്തുക, അവനെ നന്ദിയോടെ സ്തുതിക്കുക, അവൻ ചെയ്ത നന്മകളെ നന്ദിയോടെ ഓർക്കുക. യേശു ക്രിസ്തുവിൽ ഐക്യപ്പെടാൻ ജ്ഞാനസ്ഥാനം നമ്മൾക്ക് വളരെ ആവശ്യമാണ്. ജ്ഞാനസ്ഥാനം സ്വീകരിച്ച് നാം എല്ലാവരും അവൻ്റെ മരണത്തോട്, ഇത് ഞാൻ എൻ്റെ സ്വന്തം വാക്കുകൊണ്ട് പറയുന്നതല്ല, റോമർ 6-ാം അധ്യായത്തിൽ 2 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ വചനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ജ്ഞാനസ്ഥാനം എടുക്കുന്നത്. നമ്മൾ പുനരുദ്ധരിച്ച ഒരു ജീവിതം, അതായത് യേശു ക്രിസ്തു മരിച്ചതിന് ഒരു അടയാളമായിട്ടാണ് നമ്മൾ ജലത്തിൽ മുങ്ങിയെന്നത്. നമ്മൾ എണീക്കുമ്പോൾ യേശുവിനോടുകൂടെ നമ്മൾ പുനരുദ്ധാനം ചെയ്തു എന്നുള്ള ഒരു അടയാളമാണ്. അത് ദൈവത്തിൻ്റെ ഒരു അടയാളമാണ്. യേശു 30-ാം വയസ്സിലാണല്ലോ യോഹന്നാനിൽ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചത്. അപ്പോഴേ നമ്മളും അതിന് അർഹരാണ്. അപ്പം അത് വേണ്ടെന്നും പറഞ്ഞ് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ വെളിപ്പെട്ടതുപോലെ നാമും ഒരു പുതിയ ജീവിതം നയിക്കേണ്ടതിന് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്.
അപ്പൊ അവന്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ പുനരുദ്ധാനം അവനോടുള്ള ഐക്യപ്പെടുന്നവർക്കും ഉണ്ട്. നമ്മൾ യേശുവിനോടുകൂടെ ഐക്യപ്പെടുന്നവർക്ക് പുനരുദ്ധാന ജീവിതം ഉണ്ട്. നമ്മൾ പുനരുദ്ധരിപ്പം ഇപ്പോൾ മരിച്ചാലും യേശു ക്രിസ്തു വരുമ്പോൾ നമ്മൾ പുനരുദ്ധാന ജീവിതം നമ്മൾക്ക് കിട്ടും. കാരണം തെസലോണിക്കയിൽ തന്നെ പറയുന്നുണ്ട്, ആദ്യം മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുക, അതിനുശേഷമാണ് ജീവിച്ചിരിക്കുന്നവർ പുതിയ ശരീരവുമായിട്ട് ദൈവത്തിൻ്റെ കൂടെ ചേരുന്നതെന്ന്. അപ്പൊ യേശുവിനെയും അവന്റെ രാജ്യത്തോട് ചേരണം. കർത്താവായ യേശുവിൽ അവന്റെ രാജ്യത്തോടു കൂടെ ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പുതിയ ജീവിതം നമ്മൾക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പം കർത്താവായ യേശുവിൻ്റെ പ്രിയരെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് ഒരു വില ഉയർന്ന, ഈ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വില ഉയർന്നതാണ്, വളരെ വിലയേറപ്പെട്ട ജീവിതമാണ്. ഞാൻ ഒരു പാരമ്പര്യമായ റോമൻ കത്തോലിക്ക് കുടുംബത്തിൽ പിറന്നു വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ജനിച്ച ഒത്തിരി പൈശാചിക പീഡകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കണ്ണുനീരുകളുടെയും എൻ്റെ കുഞ്ഞു വയസ്സ് മുതൽ ഞാൻ ഇങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിന് ഒരു പരിഹാരത്തിന് വേണ്ടി എൻ്റെ മാതാപിതാക്കൾ ഈ മന്ത്രവാദികളുടെ വീട്ടിലും ഇങ്ങനെ കുറിചൊല്ലുകാരുടെ ഇടത്തെല്ലാം പോയി അങ്ങനത്തെ ഓർമ്മയൊക്കെ എനിക്കുണ്ട്. ഈ 1994 എനിക്ക് സെക്രട്ടേറിയറ്റിലുള്ള ഒരു സഹോദരന്, തൃശ്ശൂരിലുള്ള ഒരു പ്രിയ സഹോദരൻ ഒരു ബുക്ക് എനിക്ക് നൽകി. ആ ബുക്ക് വഴി, ആ ബുക്കിലെന്ന ഒരു അഡ്രസ്സ് കണ്ടുപിടിച്ച് ഞാൻ ഒരു കരിസ്മാറ്റിക് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിനും സഹായം ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ബൈബിൾ വാങ്ങുന്നത് തന്നെയാണ്. ആ ബൈബിൾ വാങ്ങിയതിനു ശേഷം ഞാനത് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ചെയ്തതെല്ലാം പാപകർമ്മങ്ങളാണെന്നും ഞങ്ങൾ ചെയ്തതെല്ലാം തെറ്റായ ഇടത്താണ് ഞങ്ങൾ പോയതെന്നും അത് ദൈവികമല്ലാത്തതാണ്, ദൈവം വെറുക്കുന്നതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും പിന്നെ ഞങ്ങളുടെ പാപങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കപ്പെട്ടു. ഓരോ ദിവസവും യേശുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു പോയ തെറ്റിന് പാപമോചനത്തിന് വേണ്ടി യേശുവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ യേശുവിലേക്ക് കുറച്ചൊക്കെ അടുത്തതിന് ശേഷം 1996 അപ്പോഴെനിക്ക് മാരേജ് നടന്നിരുന്നു. 1996 ഞാൻ ആ പ്രാർത്ഥനയും മറ്റു കരിസ്മാറ്റിക് കാര്യങ്ങളൊന്നും ഞാൻ വിട്ടില്ലായിരുന്നു. ഞാൻ കൂടുതൽ ദൈവത്തിൽ വചനം വായിച്ച് പ്രാർത്ഥനയും ഉപവാസത്തിലേക്ക് ഞാൻ പോയി. കാരണം ദൈവം നമുക്ക് നൽകിയ ശ്രേഷ്ഠമായ ജീവിതമാണ്. അതിനെ ഒരിക്കലും നമുക്ക്, കർത്താവ് എനിക്കൊരു അവസരം നൽകി, ആ അവസരത്തിനെ ഒരിക്കലും ഞാൻ ഉപേക്ഷിച്ച് കളയാൻ പാടില്ല. വചനം വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ദൈവത്തിലേക്ക് കൂടുതൽ ആശ്രയിപ്പാനും ദൈവത്തിനോടുകൂടെ ജീവിപ്പാനും എനിക്ക് കർത്താവ് കരുണ ചൊരിഞ്ഞു. അതുവഴി ഞാൻ 1996 കരിസ്മാറ്റിക് പ്രെയറിൽ ഒരു പ്രാർത്ഥന സമയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം എന്നോട് കരുണ കാണിച്ച് അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലേക്ക് പകരുവാനിടയായി. അത് ഈ ലോകം തരുവാൻ പറ്റാത്ത ഒരു സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു ആ നിമിഷങ്ങൾ. അത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അത് എത്രമാത്രം സന്തോഷകരമായ ജീവിതം. അന്ന് എനിക്ക് അന്യഭാഷ കിട്ടിയത്. അതിനുശേഷം ഞാൻ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വളരുകയും ചെയ്തു. 2004 മുതൽ 2004-05 കാലയളവിൽ, പരിപൂർണമായ 2005 കാലയളവിലാണ് ഞാൻ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാലെടുത്ത് വെച്ചത്. ഞാൻ ദൈവ ശുശ്രൂഷ ചെയ്യുകയും അനേകം മക്കൾ കർത്താവ്, കാരണം ആത്മാവിൻ്റെ പവർ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഉപവാസവും പ്രാർത്ഥനയും ദൈവവചനവും വഴിയായി ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, പവർ നമ്മളെ കൂടിക്കൊണ്ട് തന്നെ എപ്പോഴും ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഒത്തിരി ജനങ്ങൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ, ഇത്രയും വലിയ കാര്യങ്ങൾ നടത്തുന്നല്ലോ, അപ്പം കൂടുതൽ നമ്മൾ ദൈവത്തിലേക്ക് ആശ്രയിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് പ്രതികൂലങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഒത്തിരി സഹനങ്ങളും പ്രതികൂലങ്ങളും വഴിയാണ് കടന്നു പോയത്. അതൊക്കെ ഇപ്പോൾ ഞാൻ ആ വിഷയങ്ങൾ പറയുന്നില്ല. അത് മറ്റൊരു സമയത്തിൽ എൻ്റെ സാക്ഷികൾ പിന്നെ പറയാം. കാരണം അത് വലിയ
ഒരു 2 ബുക്ക് എഴുതേണ്ട കാര്യം സാക്ഷികളുണ്ട്. സഹനങ്ങളിൽ കൂടിയ കർത്താവ് ഉടച്ചിട്ട് വാർത്ത് ഉടച്ചിട്ടാണ് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി എടുക്കുന്നത്. അത് വെറുതെയൊന്നുമല്ല. വചനം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് എവിടെ ഒരു ക്ലാസ് കണ്ടിട്ട് പിന്നെ ഒരു ശുശ്രൂഷ തുടങ്ങിയിട്ട് അങ്ങനെയൊന്നുമല്ല. ഇത് ഒരു പ്രോസസ്സിങ്ങിൽ കൂടെയാണ് കടന്നു പോകേണ്ടത്. ഒത്തിരി ഒരു അഗ്നിയിൽ കൂടെയുള്ള പരീക്ഷണത്തിൽ കൂടെ പ്രോസസ്സിങ്ങിൽ കൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഇന്ന് 20 വർഷങ്ങളായി ദൈവത്തിന് വേണ്ടി ദൈവവേലയിൽ ഞാൻ നിലനിൽക്കുവാൻ തുടങ്ങിയിട്ട്. ഒരുപാട് സഹനങ്ങളും കണ്ണുനീരും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിട്ടും അവനെ മാത്രം വിട്ടില്ല. കാരണം അവൻ എൻ്റെ പ്രിയപ്പെട്ട കർത്താവാണ്. കാരണം ഞാൻ പാവത്തിലിരുന്നപ്പോൾ, ഞാൻ എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോണ സമയത്തല്ല അവൻ എന്നെ കരുണയോടെ കടാശിച്ച് എന്നെ വീണ്ടെടുത്ത ദൈവത്തിനെ ഒരിക്കലും ഞാൻ മറന്നില്ല. ഞാൻ നന്ദിയുള്ളവളായിരുന്നു അവന്. ഞാൻ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ ഇപ്പോഴും നന്ദിയോടെ സ്തുതിക്കുന്നു. കാരണം ദൈവം വലിയവനാണ്, അവൻ ശക്തനാണ്. ഈ ഈ കാര്യങ്ങൾ, അതായത് ഞാൻ ശുശ്രൂഷ തുടങ്ങിയത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞാനൊരു പ്രയർ വാരിയർ ആയിരുന്നു, ഒരു ഫാമിലി കൗൺസിലർ ആയിരുന്നു. അത് പോയിട്ടാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റൽ മിനിസ്ട്രി എനിക്കുണ്ട്. ഒത്തിരി ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി ഒത്തിരി വൻ അത്ഭുതങ്ങൾ നടന്നായി. എനിക്ക് കൂടെ ചിന്തിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ഒത്തിരി നടന്നിട്ടുണ്ട്. എൻ്റെ സ്വരം കേൾക്കുന്ന അനേകർ ഇന്ത്യ പ്രദേശത്തും വെളിനാടുകളിലുണ്ട്. അവർക്കെല്ലാം മനസ്സിലാവും. എൻ്റെ സ്വരം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇന്ന് അവരൊക്കെ പലരും ദൈവ ശുശ്രൂഷകളിലുണ്ട്. ദൈവമായിട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരുണ്ട്. ഒത്തിരി പേര് അക്രൈസ്തവരുമായാലും മറ്റ് റോമൻ കാത്തലിക്കിലുള്ളവരായാലും ഒത്തിരി പേര് ജ്ഞാനസ്ഥാനമെടുത്ത് വിശുദ്ധ ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് ഇപ്പം പുതിയ പുതിയ ആത്മാക്കൾ കർത്താവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന അവരുടെയൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ രക്ഷയെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചുമുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്. കാരണം അതിൽ കൂടെ കടന്നു പോയാൽ മാത്രമേ യേശുക്രിസ്തുവിൽ നമ്മൾക്ക് നിലനിൽക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. പിന്നെ എനിക്ക് ഒരു ചാരിറ്റി വർക്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ബുക്ക് മിനിസ്ട്രി ഉണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം കർത്താവ് എന്നെ കടത്തിക്കൊണ്ട് പോകുന്നു. ഞാൻ ഒരു വ്യക്തി എത്രയോ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ദൈവം എത്ര പേർക്കും നമ്മളൊരു അനുഗ്രഹമായി മാറുന്നു. അതെല്ലാം ഓർക്കുമ്പോൾ ഇതെല്ലാം ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. ഇതിൻ്റെ കൂടെ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, മക്കളുണ്ട്. അവര് എൻ്റെ ഭർത്താവും എനിക്ക് കൂട്ടാളികളായിട്ട് നിന്ന് എന്നെ സഹകരിക്കുകയും എൻ്റെ കൂടെ സഹകരിക്കുകയും പ്രാർത്ഥനകൾ ഉപവാസത്തിലും ഞാൻ ഇരിക്കുമ്പോൾ അവരവരുടെ കാര്യങ്ങളൊക്കെ എന്നെ ശല്യപ്പെടുത്താതെ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോവാൻ കർത്താവ് അങ്ങനത്തെ മക്കളെയും ഭർത്താവിനെയൊക്കെ നൽകിയതിനെ ഓർത്തും കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. അവരെൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഞാൻ ഇപ്പോഴും ഈ ശുശ്രൂഷകൾ സന്തോഷത്തോടെയും ആനന്ദത്തോടെയാണ് ഞാൻ ഇത് തുടർന്നു കൊണ്ടുപോണത്. ഈ ശുശ്രൂഷ ചെയ്യുന്ന അനേകം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം എന്നെ ഒരു അനുഗ്രഹമായി മാറ്റുവാൻ ദൈവം തന്ന ഈ വലിയ കാര്യത്തിനെ ഓർത്ത്, ഈ വലിയ മഹത്വകരമായ ഒരു ജോലിയെ ഓർത്ത് ഞാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദികൾ പറയുന്നു. അനേകം വ്യക്തികളും കുടുംബങ്ങളും യേശുവിനെ വിശ്വസിച്ച് ജ്ഞാനസ്ഥാനം എടുക്കാൻ അങ്ങനെ വന്നത് തന്നെ എത്രയോ വലിയൊരു ഭാഗ്യമാണ്. കാരണം അത്ര ആത്മാക്കൾ യേശുവിലേക്ക് വരുന്നു. ഈ ആത്മാക്കൾ യേശുവിലേക്ക് വരുമ്പോൾ ആരാ സന്തോഷിക്കുന്നത്? സ്വർഗം സന്തോഷിക്കുന്നത്. ഈ ലോകം മുഴുവനും നേടിയാലും ഒരാത്മാവ് നഷ്ടപ്പെട്ടാൽ ആ ആത്മാവ് കൊണ്ട് ഈ ലോകം കൊണ്ട് ഒരു പ്രയോജനമില്ല. ആത്മാവ് അത്രയ്ക്ക് വില ഉയർന്നതാണ്. ലോകം മുഴുവനും നമ്മൾ നേടാം, പക്ഷെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചത് കൊണ്ടോ ഒന്നും നമ്മൾക്ക് ഏതൊരു പ്രയോജനവും ഇല്ലാതാവും. ദൈവം ഒരു വ്യക്തിയായ എന്നിലൂടെ അനേകം വ്യക്തികൾക്ക് ഒരാശ്വാസമായും ഒരു രോഗസൗഖ്യമായും കർത്താവ് ഒരു ആശ്വാസവചനമായും കർത്താവ് എന്നെ കൊണ്ട് ഉപയോഗിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയാം. അതേപോലെ നിങ്ങളും അങ്ങനെ ആകുക. കർത്താവിന് വേണ്ടി സാക്ഷിയായി ജീവിക്കുക. ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചതിന് ഒരു കാരണവും പർപ്പസും ദൈവത്തിനുണ്ട്. അത് എന്തെന്നറിഞ്ഞ് നിങ്ങളും അങ്ങനെ ചെയ്യുക. നന്മ ചെയ്യുക, നല്ലത് ചെയ്യുക, നല്ലത് സംസാരിക്കുക, ശ്രദ്ധയും മാന്യതയുമായിട്ടുള്ള കാര്യങ്ങൾ, വിലയുയർന്ന കാര്യങ്ങൾ പറയുക, ഉന്നതത്തിലുള്ള ദൈവത്തിൻ്റെ കാര്യങ്ങളെ പറയുക. അപ്പോഴും നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബവുമാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റും. ഞാൻ ഇന്നത് അനുഭവിക്കുന്നു. മുമ്പേ അങ്ങനെ അല്ലായിരുന്നു.
ഇപ്പോൾ ദൈവത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം മുഴുവനും യേശുവിലേക്ക് കടന്നു വന്നിരിക്കുക. അവിടെ ഒരു ദൈവിക സമാധാനം, കുഞ്ഞുങ്ങളെ കൊണ്ടോ ഹസ്ബൻഡിനെ കൊണ്ടോ ആ, പോരാട്ടമില്ലാത്ത ഒരു ജീവിതം. കാരണം ഇന്നത്തെ പോരാട്ടങ്ങൾ, ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ദൈവത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഹല്ലേലൂയ, കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവത്തിനെ നമ്മൾക്ക് ആരാധിക്കാം. ദൈവമാണ് നമ്മൾക്ക് എല്ലാ സമാധാനവും സന്തോഷവും തരുന്നത്. അവൻ നമ്മളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. ഒത്തിരി കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പലതരം സഹനങ്ങളും വേദനയും കണ്ണുനീരിലും കൂടെയും ദാരിദ്ര്യത്തിൽ കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോയ നാളുകളിൽ ഇതെന്തുകൊണ്ട് കർത്താവെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് നീതിപരമായിട്ട് പോകുവാണല്ലോ, പിന്നെ എന്തുകൊണ്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ക്ലിയർ ആക്കിയത് വചനങ്ങളിൽ കൂടെയും ദൈവത്തിൻ്റെ വെളിപാട് സ്വപ്നങ്ങളിൽ കൂടെയും. ദൈവം എനിക്ക് ഒരു ടി വിയിൽ കാണിക്കുന്ന മാതിരി വിഷൻസ് തരുന്നു, ടി വിയിൽ കാണിക്കുന്ന മാതിരി തരുന്നു, സ്വപ്നത്തിൽ കൂടെ തരുന്നു, വചനം വായിക്കുമ്പോഴും തരുന്നു, വചനമില്ലാതെ ഉറക്കത്തിലും വചനം പറയുന്നു, കാര്യങ്ങളെ പറയുന്നു. ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹോളി സ്പിരിറ്റ് വഴി പറയുന്നു. ദൂതന്മാരുടെ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. കർത്താവ് യേശുവുമായിട്ടുള്ള എൻകൗണ്ടർ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഒരു മിസ്റ്റീരിയസായ കാര്യമാണ്. ദൈവത്തിൻ്റെ കൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. ദൈവം ഒരു ദൈവദാസന്മാർക്ക് മാത്രം അല്ല, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ വിശുദ്ധരാണ്. നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചാൽ നിങ്ങളും വിശുദ്ധരായി ദൈവം നിങ്ങളെയും സ്നേഹിക്കും. നിങ്ങളുടെ പാവങ്ങൾ യേശു കഴുവാൻ വേണ്ടിയിട്ടാണല്ലോ ക്രൂശിലെ രക്തം ചിന്തിയത്. ഹല്ലേലൂയ. അവൻ്റെ രക്തത്താൽ നിങ്ങളുടെ ഏത് നിലയിൽ നിങ്ങൾ ഇരുന്നാലും നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പാവങ്ങളെല്ലാം യേശു മാറ്റും. ഫിലിപ്പിയർ 3:8 യേശു പറയുകയാണ്, ഇവ മാത്രമല്ല, ഞാൻ സഹനങ്ങളെ ഏറ്റുകൊണ്ടിട്ട് ഞാൻ ജീവിക്കുമ്പോൾ ദൈവം തന്ന വെളിപാടുകളെയും ഞാൻ ഒരു വലിയ ഡയറി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ എല്ലാം 20 വർഷം 22 വർഷം കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം പറയുന്നതെല്ലാം എഴുതും. ഞാൻ സങ്കടങ്ങൾ സഹനങ്ങളൊക്കെ വരുമ്പോഴും ഞാൻ ആ ഡയറി എടുത്ത് വെച്ച് നോക്കും, കർത്താവ് എന്നോട് എന്താ അത് വായിച്ചിട്ട് ഞാൻ ഒത്തിരി ആശ്വസിക്കുന്നു. അപ്പം ദൈവം എന്താ പറയുന്നത്? ആ ബുക്കില് ഇത് ഫിലിപ്പിയർ 3:8 വചനം പറയുന്നു, ഈ വചനത്തിന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വചനമായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി ഞാൻ കണക്കാക്കുന്നു, അതിനെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. ഇത് ക്രിസ്തുവിനെ നേടുന്നതും അവനോടുകൂടെ ഒന്നായിട്ട് ചേരേണ്ടതിനുമാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, ഒറ്റ നിമിഷം കൊണ്ട് ജോബിന് സംഭവിച്ച, നമ്മൾ ജോബ് പഠിക്കുമ്പോൾ, ബുക്ക് പഠിക്കുമ്പോൾ, 1-ാം അധ്യായം പഠിക്കുമ്പോൾ ജോബിനെ കുറിച്ച് ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പലതുണ്ട്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് അതേപോലെ സകലവും നഷ്ടപ്പെട്ട ഒരു ദൈവദാസിയാണ് ഞാൻ. എൻ്റെ വീട്, എൻ്റെ ഭർത്താവിൻ്റെ കമ്പനി, ഞങ്ങളുടെ കാറ്, ഞങ്ങളുടെ സകലത് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞങ്ങളുടെ കമ്പനിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ സഹായം ചെയ്ത് ഞാൻ ദൈവ ശുശ്രൂഷയിൽ നിന്ന് കുറച്ച് ഞാൻ പിന്നോട്ട് മാറിയായിരുന്നു. കാരണം എന്നെക്കൊണ്ട് ചെയ്യാൻ ദൈവത്തിന് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പിന്നിലോട്ട് മാറിയപ്പോൾ ദൈവം എനിക്ക് അവിടെ നിന്ന് എന്നെ നീ നിൻ്റെ വീട്ടിൽ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും, എന്താന്നാ എനിക്ക് അറിയില്ല. ഇതുവരെയും കർത്താവ് എന്നോട് അതിനു മുൻപ് ഈ സംഭവം നടക്കുന്ന 1 മാസത്തിന് മുൻപ് എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പോവുകയാണ്, ഞാനാണ് നിന്നെ കൊണ്ടുപോകുന്നത്, നീ പേടിക്കരുത്, ഭയപ്പെടരുത്. ഒത്തിരി കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. കർത്താവ് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ നല്ല രീതിയിലല്ലേ കൊണ്ടുപോകുന്നത്. എല്ലാം തകർത്തെറിഞ്ഞിട്ട് നടുറോട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. ജോബിന് നഷ്ടപ്പെട്ട കണക്ക് വീടിനെയും സമ്പത്തിനെയും കമ്പനിയെയും വരുമാനത്തെയും വാഹനത്തെയും എല്ലാം ഒരു ദിവസം കൊണ്ട് മൂടപ്പെട്ടിരി. എങ്കിലും കർത്താവിനെ, എൻ്റെ ഹസ്ബൻഡൊക്കെ ഒത്തിരി കരയേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ കരഞ്ഞില്ല. കർത്താവിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തോ നടക്കാൻ പോകുന്നു. എൻ്റെ മക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം എൻ്റെ മകന് ഹയർ സ്റ്റഡീസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്.
മകളും അതേ കണക്ക് തന്നെയാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ട് പോകും? ഞാൻ സുവിശേഷം പറഞ്ഞ് ഒരു സഹോദരി യേശുവിലേക്ക് കടന്നു വന്ന് രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്ഥാനമെടുത്ത് ജീവിക്കുന്ന ഒരു സഹോദരി അവരുടെ ഒരു പഴയ സാധനങ്ങൾ ഇട്ടിരിക്കുന്ന അവരുടെ ടെറസിന്റെ മുകളിൽ ഉള്ള ഒരു ചെറിയ റൂം ഞങ്ങൾക്ക് തന്നു. നിങ്ങൾക്കറിയാമോ, എൻ്റെ വീട്ടിൽ 10 ബെഡ്റൂമുള്ള വീടാണ്. അവിടെ നിന്ന് നേരെ സീറോയിലേക്കാണ് പോയത്. എല്ലാം നഷ്ടപ്പെട്ടു. പരമാന കമ്പനി സ്റ്റോപ്പായി, കമ്പനി അടയ്ക്കപ്പെട്ടു. ഞങ്ങളൊരു മസാല കമ്പനി വെച്ചിരുന്നു. ഹസ്ബൻഡിൻ്റെ കമ്പനി അടയ്ക്കപ്പെട്ടു. എന്ത് ചെയ്യേണ്ടതെന്നറിയില്ല. വീടില്ല. ഇരുന്ന പൈസയെല്ലാം സെറ്റ് ചെയ്ത് ബാങ്കിലേക്ക് അടച്ചതാണ്. അവർ ഞങ്ങൾക്ക് ടൈം തരാമെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് എല്ലാം പുറത്താക്കപ്പെട്ടത്. ഒരു സാധനം വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. സകല സാധനം അതിനകത്താണ്. കമ്പനി എല്ലാമേ അവിടെ. അപ്പം നമ്മൾ എന്താ ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കർത്താവിനെ ഞാൻ ഇന്നുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. കുറ്റപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളോ എൻ്റെ ഭർത്താവോ ഞങ്ങൾ കുറ്റപ്പെടുത്തിയില്ല. കർത്താവ് തന്നു. എന്തോ കാര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇതിപ്പം 10 മാസമായി ഈ സംഭവം നടന്നിട്ട്. കഴിഞ്ഞ ഡിസംബർ 24 തീയതിയായിരുന്നു, 22 തീയതിയായിരുന്നു. ഇന്ന് നവംബർ ആയിരിക്കുന്നു. പക്ഷെ അതിനൊരു പരിഹാരം ഇന്നും നടന്നിട്ടില്ല. എങ്കിലും ഞങ്ങൾ ഭക്ഷിക്കാതെ ഇരിക്കുന്നില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ ദൈവം ചെയ്യുന്ന ഇതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ദൈവ ശുശ്രൂഷ തുടങ്ങിയത്. ഈ ഒരു വർഷത്തിന്, ഈ 10 മാസം, അതായി ഒരു വർഷത്തിനുള്ളിൽ ഒത്തിരി ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിപ്പാനും ഞാൻ ഒത്തിരി തയ്യാറാവാനും, ദീർഘക്ഷമ ദൈവത്തിൻ്റെ ഒരു കാര്യമാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. നീതി, സത്യം എല്ലാം ഞങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഒരു നേരം കൂടെ പട്ടിണി കിടന്നിട്ടില്ല. സിംഹക്കുട്ടികൾ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ലെന്ന് പറയുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവം കൂട്ടായിട്ടിരിക്കുമ്പോൾ നമുക്കതുകൊണ്ട് നമ്മൾക്കൊരു ഭയവും ഇല്ല. നമ്മൾ കബൂക്ക് 3-ാം അധ്യായത്തിൽ 17-ാം വചനം പറയുന്നുണ്ട്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും ഒലിവിൽ കായ്കളില്ലാതായാലും ആലയിൽ ആടുകളില്ലാതായാലും തൊഴുത്തിൽ കന്നുകാലി നഷ്ടപ്പെട്ടാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാനും എൻ്റെ കുടുംബവും കർത്താവിൽ ആനന്ദിക്കും. കർത്താവാണ് എല്ലാം തരുന്നവൻ. അവനാണ്. അവനിഷ്ടമുള്ളത് ചെയ്യട്ടെ. എല്ലാം കർത്താവ് ദാനമാണ് നൽകുന്നത്. ഞാനൊന്നും കൊണ്ടുവന്നതില്ല, എൻ്റെ കുടുംബം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ദാനമാണ് നൽകുന്നത്. ദൈവത്തിൻ്റെ ദാനത്തെ ഓർത്ത് നമ്മൾ ഭയങ്കര വലിയ ഗ്രേറ്റ് എന്ന് പറയാൻ നമ്മൾ ആരുമല്ല. അവൻ്റെ ദാനം ഭിക്ഷയാണ് എല്ലാമേ. അവന് ഇഷ്ടമുള്ള സന്ദർഭങ്ങളിൽ ചെയ്യും. അപ്പോഴെല്ലാം നമ്മൾ പിടിച്ചു നിൽക്കുക. കർത്താവിൻ്റെ പ്രിയ സഹോദരരെ, സഹനങ്ങൾ തരുന്ന നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഉടയ്ക്കപ്പെടാതെ, ഇത് ഒരു അനുഭവം, പല അനുഭവങ്ങൾ കൂടെ ഞാൻ ഉടയ്ക്കപ്പെട്ട് വന്ന വ്യക്തിയാണ്. ആ ഉടയ്ക്കപ്പെട്ട് മാത്രമേ ദൈവം നമ്മളെ ഉപയോഗപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, കരുണാമയനായാണ് ദൈവം. അവൻ സ്നേഹവാനാണ്, അവൻ സത്യസന്ധനാണ്, അവൻ നല്ലവനാണ്, അവൻ എപ്പോഴും നല്ലത് മാത്രം ചെയ്യുന്നവനാണ്. അവൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഒത്തിരി മിസ്റ്റേക്സ് ആത്മാവിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത ക്ലാസ്സുകളിൽ ഞാനത് പറയുന്നതാണ്. അത്രയ്ക്ക് വില ഉയർന്നതാണ് നമ്മുടെ ആത്മാവ്. നമ്മുടെ ജീവിതം അത്രയ്ക്ക് വില ഉയർന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ണുനീരോ വേദനയോ ദുഃഖമോ ദുരിതമോ സങ്കടങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ എല്ലാം തകർന്ന ഒരു
സിറ്റുവേഷൻ ആയാലും യേശുവിനെ മാത്രം കൈവിടരുത്. നിങ്ങൾക്ക് എല്ലാം തകർന്നാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മൾക്കൊന്നും തകരത്തില്ല. എല്ലാം തിരിച്ചു കിട്ടും. എല്ലാം തിരിച്ചു കിട്ടും. ഈ സന്ദർഭത്തിൽ ഞാൻ പല ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ പ്രാർത്ഥിച്ച പലവരെയും ഞാൻ സമീപിച്ചു. പക്ഷെ എല്ലാം നോ എന്നുള്ള ആൻസർ. ഭയപ്പെട്ടില്ല. ഇപ്പോൾ നോ എന്ന് പറഞ്ഞാലും, ആരെല്ലാം നമ്മളെ എതിർത്താലും, ആരെല്ലാം നമ്മളെ പരിഹസിച്ചാലും, നിന്ദിച്ചാലും അവമാനപ്പെട്ടു നിന്നു. കാരണം അനേകം മക്കൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഫാമിലി എൻ്റെ കുടുംബം. എല്ലാവർക്കും സഹായിച്ചു. ഒറ്റ നിമിഷത്തിലെല്ലാം പോയി. അതിന് സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകണം. റോമർ നമ്മുടെ പാവത്തിൽ നിന്നും, ക്രിസ്തുവിലുള്ള ജീവാത്മാവ് നമ്മളെ പാവത്തിൽ നിന്നും മരണത്തിൻ്റെ നിയമത്തിൽ നിന്നും നമ്മളെ സ്വാതന്ത്ര്യമാക്കും. പ്രിയ സഹോദരങ്ങളെ, എല്ലാ പാവത്തിൽ നമ്മെ സ്നേഹിച്ചവനായ യേശു നമ്മളെ മരണത്തിൽ നിന്നും, നമ്മളെ വിടുവിച്ച്, ആത്മമരണത്തിൽ നിന്ന് വിടുവിച്ച് നമ്മളെ പരിപൂർണപ്പെടുത്തും. അവൻ്റെ വരിക അടുത്തുപോയി. ഇനി അധികം നാളുകളില്ല. നമ്മളെ തയ്യാറാക്കാൻ, നമ്മുടെ കുടുംബത്തെ തയ്യാറാക്കണം. നമ്മുടെ കുടുംബ അംഗങ്ങൾ ഏതെങ്കിലും പ്രതികൂലത്തിലിരുന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. കുറ്റം ഒരിക്കലും അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരത്തില്ല. നമ്മുടെ കുടുംബത്തോട് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറ്റപ്പെടുത്താതിരിക്കുക. ഓക്കെ. കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. കർത്താവ് സ്നേഹവാനാണ്. ദൈവ സ്നേഹവാനാണ്. കർത്താവ് നിങ്ങളെ മാനിക്കും, ഉയർത്തും, ശ്രേഷ്ഠത നൽകും. ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തില്ലേ? കർത്താവ് വിട്ടായിരുന്നോ? ജോബ് പാവം ചെയ്തിട്ടാണോ? അല്ല, സാത്താനുമായിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൽ ജോബ് ജയിച്ചു. ജോബ് പറഞ്ഞായിരുന്നു, എൻ്റെ തോലഴുകിയാൽ എൻ്റെ മാംസത്തിൽ നിന്ന് എൻ്റെ ദൈവത്തെ കാണും. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ പറയുവാനും സഹനങ്ങൾ വരുമ്പോൾ അതിനെ ഏറ്റുകൊള്ളുവാനും എല്ലാം കഴിയും. നമ്മുടെ സ്വഭാവം മാറണം. രക്ഷ അഥവാ സാൽവേഷൻ എന്ന് പറയുന്നത് നമുക്ക് പാപമുക്തിയാണ്, മോക്ഷമാണ്, മോക്ഷ ജീവിതമാണ്. ഈ ലോകം നമ്മൾക്ക് എത്ര വർഷം നമ്മൾ ജീവിക്കും? 50, 60, 70, 80, 100, 110 അല്ലെങ്കിൽ 120, അതിന് മേലെ പോകത്തില്ലല്ലോ. അതിന് മേലെ പോയാൽ കൂടെ നിത്യജീവൻ എത്ര വില ഉയർന്നതാണ്. അതുകൊണ്ട് അതിനെ ഓർക്കുക. യേശുവിൻ്റെ രാജ്യത്തിലേക്ക് വരിക. അവനാണ് നിത്യ ദൈവം, സത്യ ദൈവം. അവനാണ് ജീവമാർഗം. വഴി അവനാണ്, സത്യം അവനാണ്, ജീവൻ അവനാണ്. ഹല്ലേലൂയ. പാവമുക്തി അവനാണ്, മോക്ഷം അവനാണ്. ആപത്തിൽ നമ്മൾക്ക് കാക്കാനും, നമ്മുടെ കുടുംബത്തെ കാക്കാനും, നമ്മുടെ മക്കളെ കാക്കാനും, നമ്മുടെ സന്തതികളെ കാക്കാനും കർത്താവ് യേശുവിന് മാത്രമേ കഴിയുള്ളൂ. യേശുവിലേക്ക് വരിക. ഇന്ന് അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ തന്നെ, വചനം കേൾക്കുമ്പോൾ തന്നെ വരിക. നാളെന്ന് നിങ്ങൾ മാറ്റിവെക്കരുത്. ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾക്ക് അവൻ പരിഹാരിയാണ്. എല്ലാ സങ്കടങ്ങളും അവൻ മാറ്റിത്തരും. കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കുക. നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം മാറ്റി നിങ്ങളെ ഏൽപ്പിച്ച ജോലി സന്തോഷത്തോടെ ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മെസ്സേജ് നിങ്ങൾ കേട്ട് നിങ്ങൾക്കത് അനുഗ്രഹപൂർണമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കാരണം ലോകം ഇന്ന് പോകുന്ന, നമ്മൾ പത്രം വായിച്ചാലും TV-യുടെ കാര്യങ്ങൾ നോക്കിയാലും ഏത് ലെവലിലാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ നമ്മുടെ സ്രഷ്ടാവായ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ കഴിയവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ മക്കൾ നഷ്ടപ്പെടത്തില്ല. അവരെത്ര പ്രതികൂലത്തിലിരുന്നാലും, അവരെത്ര റിബിലിയൻ മൈൻഡിലിരുന്നാലും
തീർച്ചയായിട്ടും വരും. ഞാൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ പിരിഞ്ഞു പോയിരുന്നാലും ആ കുടുംബത്തെ ഒന്നിച്ചാക്കാൻ ദൈവത്തിന് കഴിയും. എത്രയോ പിരിഞ്ഞ കുടുംബങ്ങളെ ഞാൻ പ്രാർത്ഥിച്ച് ഒന്നിച്ചായിട്ടുണ്ട്. ദൈവം എൻ്റെ പ്രാർത്ഥന മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനയും കർത്താവ് കേൾക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കും. മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തെ രക്ഷിപ്പാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ, മറ്റാർക്കും കഴിയില്ല. മറ്റുള്ളവരുടെ പ്രാർത്ഥിക്കുന്നത് അല്പനേരം തന്നെ നിലനിൽക്കുകയുള്ളൂ. നിലനിൽക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന. പ്രതികൂലങ്ങളെ മാറ്റുവാൻ യേശുവിന് കഴിയും. ദൈവം വിശ്വസ്തനാണ്. കണ്ണുനീരിനവൻ മറുപടി തരും. നിങ്ങളുടെ ദുരിതങ്ങളെ മാറ്റുവാൻ, നിങ്ങളുടെ ഇല്ലായ്മയെ മാറ്റുവാൻ, നിങ്ങളുടെ ദരിദ്രത്തെ മാറ്റുവാൻ, നിങ്ങളുടെ രോഗത്തെ മാറ്റുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. അവന്റെ ആണിപാഞ്ഞ കരത്താൽ സൗഖ്യമുണ്ടെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവന്റെ മുറിവുകളാൽ സുഖമുണ്ടെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ആ സുഖം നിങ്ങൾക്ക് ദൈവം തരും. പ്രിയപ്പെട്ടവരെ, ഈ മെസ്സേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോകളിൽ വളരെ വിലയുയർന്ന ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. കർത്താവ് എന്നെ ഒത്തിരി മിസ്റ്ററീസ് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. എൻ്റെ വീഡിയോകൾ കാണുക. നിങ്ങൾ രക്ഷപ്പെട്ട് നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുക. അനുഗ്രഹപൂർണമായ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുക. നഷ്ടപ്പെട്ടതിനെല്ലാം തിരിച്ചു തരാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പകരുക. ഇത് നമ്മൾ ചെയ്യുന്ന സുവിശേഷ വേല. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന ചെറിയ ഒരു കാര്യമായിരിക്കും ഒരു ജീവൻ രക്ഷപ്പെടുത്തുന്ന, ഒരു ആത്മാവ് രക്ഷപ്പെടുത്തുന്നത്. പകരുക, ഷെയർ ചെയ്യുക. പകർന്നുള്ള ഒരു നല്ലൊരു ജീവിതം നമുക്ക് നയിച്ച് യേശുവിൻ്റെ മക്കളായിട്ട് മാറാം, പ്രിയ മക്കളായിട്ട് മാറാം. ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് മറ്റൊരു സബ്ജക്റ്റുമായി വരുന്നതാണ്. എല്ലാവർക്കും നന്ദി. ഇതിൽ കൂടിയവർക്ക് നന്ദി. ഇനി ഇതൊരു വീഡിയോ ആയിട്ടിടുമ്പം ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ഉയർത്തുകയും ചെയ്യട്ടെ. അവിടെ പ്രതികൂലങ്ങളെല്ലാം മാറട്ടെ. എല്ലാ പ്രതികൂലങ്ങൾക്കും ഏകപരിഹാരിയായ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് അവർ കടന്നു വന്ന് എല്ലാറ്റിനുപരി നിത്യരാജ്യത്തിൻ്റെ രക്ഷയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് ഇന്ന് ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. വിശുദ്ധ ജീവിതം നയിക്കാൻ മറക്കരുത്. പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ അടുത്തേക്ക് വരിക, വചനം വായിക്കുക, വിശ്വസിക്കുക. Okay, God bless you.